മുന്തിരിത്തോട്ടം കണ്ടില്ലല്ലോ, അല്ല കണ്ടല്ലോ. റെഡിയല്ലേ? രണ്ടുപേരും റെഡിയല്ലേ? അതെ, റെഡിയല്ലേ? ഹലോ, ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര തേക്കടിയിലോട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത് എരുമേലിയിലാണ്. എരുമേലി കഴിഞ്ഞാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് തേക്കടിയിലോട്ടല്ലേ? യെസ്. അപ്പൊ നമുക്ക് തേക്കടിയിൽ എന്തൊക്കെയുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ തേക്കടിയിലേക്ക് പോകാം. തേക്കടിക്ക് പോകുന്നത് സന്തോഷ് കുമാറുണ്ട്, അപ്പൂസ് ഉണ്ട്, അരുൺകുമാർ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം. ആദ്യം പോയി ഫുഡ് കഴിക്കാം, കഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, മീൻകറി, ഇനി കഴിച്ചിട്ടിറങ്ങാം. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു സ്പോട്ടുണ്ട്, അവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ള ഒരു സ്പോട്ട്. ഈ പള്ളിയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഫസ്റ്റ്. ഓ, തേയിലത്തോട്ടം. ആന്തിരിച്ചാട്ടം, തവളച്ചാട്ടോ? എങ്ങനെ ആദ്യം എങ്ങനെ അങ്ങനെ യെസ്. അപ്പൊ നമുക്ക് താഴോട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. തേക്കടിയിൽ വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ തേനീച്ചയുടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് തേനിൻ്റെ. അപ്പോൾ അത് നോക്കിയാണ് നമ്മൾ ഇറങ്ങിയത്. ഫസ്റ്റ് സ്പോട്ട് ഇതുപോലെ തേന്, അതായത് തേനീച്ചയൊക്കെ കയ്യിലെടുക്കാം, തേനീച്ചയുടെ കൂട്. ഇതാണ് സ്പോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം എങ്ങനെയുണ്ടെന്ന്. ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഹലോ, നമ്മളെ ഫോറസ്റ്റ് അടിയാണ്. ഇതാണ് ചെറുത്. ഇത് ബോഡി വെയിറ്റ് കുറയും. ചെറുതേനാണ്. നമ്മൾ സ്ഥിരം വീട്ടിൽ നിന്ന് എടുക്കണോ നമുക്കറിയാം. ചെറുതൻ എങ്ങനെയുണ്ട്? അതെ, അതാണ് ചെറുതൻ. ചെറുതൻ്റെ അല്ലേ? ചെറുതൻ്റെ എല്ലാം കഴിക്കേണ്ടി ആണോ? എല്ലാം വേണ്ട, കുറച്ച് മതി. മെയിൻ സാധനങ്ങൾ മാത്രം മതി. വേറെ ടെസ്റ്റിനും വേറെ ടെസ്റ്റ് മതി. കാന്താരി കാന്താരി എന്ന് വെച്ചാൽ കാന്താരി മിക്സ് ചെയ്യുന്നതാണ് അതില്. അതാ ഇത് എരിവുണ്ടെന്നാണ് പറഞ്ഞത്. കാന്താരി എക്സ്പ്രഷൻ എടുക്കാം, പിന്നെ കിട്ടൂല. പിടിച്ചോക്ക്. ഇട്ടെടുക്കുന്നവർ അല്ലാതെ കാന്താരി ഈ ചോണ്ട് കാന്താരി അതിന് ഇത് കൊള്ളാല്ലേ? കാന്താരി ഒരു വെറൈറ്റി. തുളസി. തുളസിക്ക് എത്ര വയസ്സ്? ഒരു 45-50 അങ്ങേർക്ക് നോക്കാം. തുളസി ഇലയാണ്. എങ്ങനെയുണ്ട് തുളസി? തുളസി എങ്ങനെയുണ്ട്? തുളസി മാതളം മിക്സ്. മതി, അതോടെ നോക്കട്ടെ. എന്തോന്നത്? ഉലുവയാ അത്?
ഈ രണ്ടാമത്തേന്ന് വെച്ച് ചോറ് കഴിച്ചു. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. അത് തേൻ വെച്ച് കഴിച്ചിട്ടുണ്ട്. ആ തേൻ ഒഴിച്ച് കഴിച്ചു നോക്കണ്ടടാ. ഇച്ചിരി മിക്സ് ചെയ്തിട്ട് കഴിച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഇങ്ങനെ ഞാൻ കലക്കി തരാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കലക്കി. എന്നാൽ ആ ഒരു ഓക്കെ ഇത് തേന അല്ലേ? ഓക്കെ കഴിക്കും. തേങ്ങയല്ല തേന. നീ എന്ത് വാപ്പൂസേ? എങ്ങനെയുണ്ടാ? എനിക്കിതാ മതി. ഇതാ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് പാന പാർക്ക്. ടിക്കറ്റ് എടുത്തിട്ട് ഇതാ ഇവിടെ വരണം. ഇവിടെ വന്ന് ക്യൂ നിൽക്കണം. എന്നിട്ടാണ് ആന സവാരിക്ക് പോകുന്നത്. കണ്ടോ ഇതിനകത്ത്? നിങ്ങൾ പോയിട്ടില്ല? ആനയെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. അവിടെ നല്ല തിരക്കാണ്. ആനകൾ സവാരി പോയിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാള് കയറ്റിയിട്ട് ഇവിടെ നാള് കയറ്റിയിട്ട് ഈ വഴിയാണ് പോകുന്നത്. പോയി ഒരു 20 മിനിറ്റ് യാത്രയാണ്. അതുവഴി കറങ്ങി തിരിച്ച് ഇവിടെ വരും. ഈ വരുന്ന വഴിയാണിത്. റിവേഴ്സ്. എടാ എങ്ങനെയുണ്ട് ആന സവാരി? നല്ല ടൈം എടുക്കും. അപ്പോൾ വേറെ സ്പോട്ട് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളിനി മുന്തിരിത്തോട്ടം പ്രതീക്ഷിച്ചു വന്നു. അപ്പോൾ ഇനി അടുത്ത മുന്തിരിത്തോട്ടം തപ്പിപ്പോണ്ടേ? ഓക്കെ പോവാം. ഉണ്ട് ഇവിടെ നല്ല ക്യൂ ആണ്. ഇതേപോലെ ക്യൂ ആണ് അവിടെ കയറാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഇടയിൽ ഒന്ന് ചുമ്മാ സമയം കളയുന്നത് മാത്രം നിൽക്കണം. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ എത്തിയത് നമ്മളൊരു മുന്തിരിത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയത്. അപ്പം നമുക്ക് ആ മുന്തിരിത്തോട്ടം കാണാം. മുന്തിരിത്തോട്ടത്ത് വന്നപ്പം കുതിരയും കണ്ടു, ഒട്ടകവും കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്തിരിത്തോട്ടം കാണാം. അല്ലേ ശരിക്കും നിൽക്കണം അല്ലേ ഇത്തവണ? പക്ഷേ വിളങ്ങിയില്ല. ഇത്തവണ അങ്ങോട്ട് വിടാതെ അടച്ചു വിട്ടിരിക്കണമായിരുന്നു. ആ വാങ്ങാം. അതുകൊണ്ടാണ്. ഏത് മുന്തിരി ജ്യൂസാടാ? അങ്ങനെ മുന്തിരിത്തോട്ടം കണ്ടില്ലല്ലോ. അല്ല കണ്ടല്ലോ. ഇതാണ് ആ മുന്തിരിത്തോട്ടം. തിരിച്ച് കാണിച്ചു കൊടുക്കാം. മുന്തിരി നിൽക്കുകയല്ലേ ആവശ്യത്തിലേറെ. ഏതാണ്ടേ 2 മുന്തിരി ജ്യൂസ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം കൊള്ളാം കേട്ടോ. നിങ്ങൾ നിൽക്കുന്നത് നല്ല സ്പോട്ട്. നല്ല ഇതിട്ട് മേളു അങ്ങനെ അത് എങ്ങനെയുണ്ട് ജ്യൂസ്? എങ്ങനെ ഉണ്ടായിരുന്നു ജ്യൂസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചാറാ ടേസ്റ്റ് ആണെന്ന്. എങ്ങനെയുണ്ട് അച്ചാർ? എങ്ങനെയുണ്ട് അച്ചാറാ മുന്തിരിയാ വാങ്ങുന്നത്? മുന്തിരി ജാം. നമ്മളെ കുതിരയുടെ ഒരു സവാരി ഷോർട്ട് വീഡിയോ എടുത്തു. അടുത്തത് വ്ളോഗ്. അടുത്ത് നമ്മൾ പോകുന്ന സ്പോട്ട് കാണിച്ചില്ല. കിടില സ്പോട്ടാണ് MRS മുന്തിരിത്തോട്ടം. അപ്പോൾ ഇതിനകത്ത് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ. കീർത്തി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഒരു നല്ല സ്പോട്ടാണ് പോകുന്നത്. വേണ്ട ഒരേ കോസ്റ്റ്യൂം ഒരേ ആള്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫോട്ടോ എടുത്ത് നോക്കാവേ. കറുത്ത ഡ്രസ് ഇട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് അവള് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. കൊള്ളാം കേട്ടോ. നല്ല മാച്ച്. അടിപൊളി. എങ്ങോട്ടാ പോകുന്നേ? സൈക്കിൾ. യെസ്, സൈക്കിളിലാണ് ആദിയുടെ ഒരു ആഗ്രഹം. ആദിക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യ പോകാൻ നേരത്തിന് കീർത്തി പറയുന്നത് കീർത്തിക്കും പോകണം. പിന്നെന്താ രണ്ടുപേരും പോകണ്ടേ? ഇങ്ങനെ ആദ്യ ഹെൽമെറ്റൊക്കെ വെച്ച് ഫുൾ ഓണാണ്. കോസ്റ്റ്യൂമൊക്കെ ആയാ? റെഡിയല്ലേ? രണ്ടുപേരും റെഡിയല്ലേ? ആദി റെഡിയല്ലേ? അപ്പോൾ അവർക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് 2 കമ്പികളിലൂടെ അങ്ങ് എൻ്റെ വരെ പോകണം. അതാണ് സ്പോട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളല്ലേ കയറുന്നത്? യെസ്. ചവിട്ടിക്കോ? പെടല്ലേ ചവിട്ടിക്കോ? ചവിട്ടാൻ തോന്നില്ലേ? അമ്മ കയറട്ടെ. ചവിട്ടാൻ പറ്റുമോ? ഓക്കെ റെഡിയല്ലേ? ഓക്കെ പോട്ടെ. ചവിട്ടി ഇവിടെ കീർത്തി ചവിട്ടി ഇവിടെ. ആദ്യം അങ്ങ് എത്തി. നീ അങ്ങ് എത്തണില്ലേ? ആദ്യം അങ്ങ് എത്തി. കൊള്ളാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യം ചവിട്ടി പോണേ കേട്ടോ. കാലെത്തില്ലെന്നാണ് വിചാരിച്ചത്. ആദ്യം എത്തുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്.
യെസ് യെസ്. അതൊക്കെ അതൊക്കെ ചവിട്ട്. വാവ് ഫാസ്റ്റാണേ. വേണ്ട വരണോ? യെസ്. അങ്ങനെ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കീർത്തി? ആദി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.